ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർക്കറ്റ് ഇന്നലെ ഒരു ഡൗൺ അല്ലെങ്കിൽ സൈഡ് വേസ് പോയതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വെനസ്വേലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഇന്നലത്തെ ലൈവിനുള്ളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്തത് നമ്മുടെ ഇന്ത്യക്കുമായിട്ടുള്ള താരിഫിൻ്റെ എഗ്രിമെൻറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. സോ ആ ഒരു കൺഫേം ആകാത്തതിൽ ഒരു നീരസം ഇന്നലെ ട്രംപ് സംസാരിച്ചിരുന്നു. സോ അതും അവിടെ ലിറ്ററലി ചെറിയൊരു രീതിക്ക് അഫക്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ ഒന്നും ആയിട്ടില്ല. മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി ഒരു വീക്കർ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറില്ല. ഇന്നലെ സ്റ്റുഡൻസിന് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. ഓക്കെ, റിലയൻസാണ് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ 1440 മേളിൽ ഇതിനകത്തൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 11% അപ്പായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് വരാം. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ് ട്രെൻഡിൽ തന്നെയാണ്. ഒരു സപ്പോർട്ടിലേക്ക് തിരിച്ചു വന്ന് 25,240 എന്നുള്ള സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനുശേഷം ഇന്നലെ മാർക്കറ്റ് മുകളിലേക്ക് കയറാനൊരു ശ്രമം നടത്തിയിട്ട് അത് വിജയിച്ചില്ല. അതിനുശേഷം അത് താഴേക്ക് വീഴുന്നു. ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഫെയർ വാല്യൂ സപ്പോർട്ടിലേക്ക് വന്ന് ആ സപ്പോർട്ട് എടുത്ത് നിൽപ്പുണ്ട്. സോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഡേറ്റ എങ്ങനെ പോകും എന്നുള്ളതിനനുസരിച്ചിട്ട് വേണം അതിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകാൻ. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് വീക്കാണ്. 25,340 ആണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. ഒരു 26,200 240 റേഞ്ചിൽ ഇവിടെ ആയിരിക്കാം മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യുക. സോ ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെ 180 താഴോട്ട് പോകാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. 180 നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫൈൻ. 320 ഇന്നലെ സംഭവിച്ചതുപോലെ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യത. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള പ്ലാന് സെറ്റ് ചെയ്യുക. ഇന്നലെ സെൻസെക്സിലാണ് അത്യാവശ്യം ട്രേഡ് ചെയ്തത്. കുഴപ്പമില്ലാത്ത 3 ട്രേഡിൽ 2 അവിടെ ഗ്രാബ് ചെയ്യാൻ പറ്റി. സെൻസെക്സ് നോക്കിയാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. 240 100 26,000 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. മേളിലേക്ക് 320-ന് 350 ഇടയിലൊരു ഏരിയ ഉണ്ട്. അവിടെ ആയിരിക്കും റെസിസ്റ്റൻസ് എടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 440 റേഞ്ചിലാണ് അടുത്ത റെസിസ്റ്റൻസ് ഉള്ളത്. സോ ഈ ലെവൽസാണ് നോക്കാനുള്ളത്. 320 ലെവല്, 440 ലെവലാണ് അടുത്ത ലെവൽസ്. സോ അത് വരുവാണെങ്കിൽ അങ്ങനെ ഒരു അനാലിസിസ് നമുക്ക് പോവാം. അടുത്തത് സെൻസെക്സും സെയിം തന്നെയാണ്. സെൻസെക്സിലൊരു അത്യാവശ്യം നല്ലൊരു സെല്ലിങ് നടന്നു കഴിഞ്ഞു. അപ്പോൾ സെല്ലിങ് നടന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് തീരുമാനം എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്യട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെയറിഷ് ഫ്ലാഗാണ്. സോ ഇതൊരു ബെയറിഷ് ഫ്ലാഗാണ്. വെയിറ്റ് ചെയ്യുക. ഒന്നുകിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഇത് തിരിച്ച് റിക്കവർ ചെയ്ത് ഈ ഒരു ലെവലിന് മേളിൽ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മേളിലേക്കാണെങ്കിൽ തിരിച്ച് വീണ്ടും ഈ ഒരു ഹൈയിലേക്ക് പോകാനുള്ള ട്രേഡ്സ് ഉണ്ട്. സോ ഈ 2 ട്രേഡും നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതാണ്. ബാങ്ക് നിഫ്റ്റി വളരെ ബുള്ളിഷായിരുന്നു. 60,000 എന്നുള്ളൊരു സപ്പോർട്ടിനെ അത് വീണ്ടും ഹോൾഡ് ചെയ്തു. ഇത് ലിറ്ററലി സൈഡ് വേസ് ആണ്. സോ വെയിറ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 മൂവ് ചെയ്യാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ ഇൻഡെക്സിനകത്തുള്ള ട്രേഡിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സൈഡ് വേസ് തന്നെയാണ്, ഒന്നും ട്രിഗർ ആയിട്ടില്ല. മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഇന്ന് എടുത്തേക്കാം. ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സെൻസെക്സ് എക്സ്പയറിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് സ്ഥിരം നമുക്ക് ട്രേഡ് കിട്ടുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇത് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് കാരണം ഇതിനകത്ത് ഒരുപാട് ലൈൻസ് കാണും.
മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലാണ്. സ്റ്റിൽ അത് ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. അപ്പോൾ 324 മേളിൽ കയറിയാൽ ചെറിയൊരു അപ് ട്രെൻഡിനുള്ള ഒരു സാധ്യത വന്നേക്കാം. സോ ഈ ഒരു വീക്ക്നെസ് 324 മേളിൽ വന്നു കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ ഈ ഒരു 24 മുകളിലോ ഇല്ലെങ്കിൽ 308 താഴെ 300 വരെയുള്ള ഒരു മൊമെൻറ്റം ഇവിടെ ഉണ്ടാവാം. 296 വരെ, 308 മുതൽ 296 വരെയുള്ള ഒരു ട്രേഡ് ഇവിടെ ട്രിഗർ ചെയ്തേക്കാം. ഇല്ലെങ്കിൽ 324 മുതൽ 336, 44 വരെയുള്ള ഒരു ട്രേഡ്സ് അവിടെ കിടപ്പുണ്ട്. ഇതാണ് നാച്ചുറൽ ഗ്യാസിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതും ഇന്നലെ മുഴുവൻ സൈഡ് വൈസ് ആയിരുന്നു. ഇന്ന് ചിലപ്പോൾ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിൽ അങ്ങനെയല്ലായിരുന്നു. വലിയൊരു ഫോള് വന്നു, ഫോളിന് ശേഷം വളരെ വലിയൊരു ബൗൺസും വന്നു. ഇന്നലെ ഗ്രൂപ്പിനുള്ള 5200 മേളിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ആ അനാലിസിസ് ലാസ്റ്റിൽ ബ്രേക്ക് ഔട്ട് തന്നു. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് 5244 96 വരെ ഉണ്ടായിരുന്നു. 91 വരെ അത് പോയിട്ടുണ്ട്. ഓക്കെ, ഈ ചാർട്ടല്ല ഞാൻ അവിടെ ഇടുക, ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിലായിരുന്നു ഞാനവിടെ അനാലിസിസ് ഷെയർ ചെയ്തിരുന്നത്. അതിനകത്ത് ടാർഗറ്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 5300 ഞാൻ റീസെൻ്റ് ടാർഗറ്റ് പറഞ്ഞിരുന്നത്. 5300 തൊട്ടടുത്ത് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങളൊരു റെസിസ്റ്റൻസ് വരച്ച് വയ്ക്കുക. ഈ ഒരു റെസിസ്റ്റൻസിന് മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബുള്ളിഷ് ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവ് സൈഡ് പോകണമെങ്കിൽ ഈ ഒരു 240 താഴെ വന്നാലേ നെഗറ്റീവ് സൈഡുള്ളൂ. സോ ക്രൂഡ് ഓയിലിൻ്റെ ആണെങ്കിലോ നാച്ചുറൽ ഗ്യാസിൻ്റെ ആണെങ്കിലോ സെൻസെക്സിൻ്റെയും നിഫ്റ്റിയുടെയൊക്കെ അനാലിസിസ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. സ്റ്റോക്സിലൊക്കെ SBI സ്റ്റിൽ കിടപ്പുണ്ട്, റിലയൻസ് കിടപ്പുണ്ട്, ഇൻഫോസിസ് വേണ്ട, നെഗറ്റീവാണ്. ബാക്കി ട്രെൻഡ് പോലത്തെ സ്റ്റോക്ക്, കൊഡാക് ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളൊക്കെ ഇൻട്രാഡേ നോക്കുക എന്നുള്ളതാണ്. സ്വിംഗ് സ്റ്റോക്സ് ഞാൻ ഓൾറെഡി ഒരു 6 എണ്ണം ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അതിനനുസരിച്ച് തന്നെ പോയാൽ മതി. ഇനി ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡ് വരണമെങ്കിൽ 26,280 മേളിൽ നിഫ്റ്റി വരുമ്പോഴായിരിക്കും അടുത്തൊരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ കാണുക. അപ്പോൾ എല്ലാ സ്റ്റോക്സിലും ഒരു നല്ലൊരു മുന്നേറ്റം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.